ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ജൂൺ ജൂലൈ മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ലഹരി മാഫിയെ തുടച്ചു നീക്കാനായി ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് ആരംഭിച്ച കർമ്മ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് അല്ലെ. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. ആരാണ്? പിണറായി വിജയനാണ്. ഓക്കെ ആണേ. 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏതാണ്? പാരീസ് സെന്റ് ജർമ്മൻ ആണ്. PSG ആണ് 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ്. ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷ് ക്ലബ്ബായ ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ക്ലബ്ബായ PSG 2026 ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത്. ഓക്കെ ആണല്ലോ. പരിശീലകൻ, PSG പരിശീലകൻ ആരാണ്? ലൂയിസ് എൻട്രിക്കയാണ്. PSG പരിശീലകൻ. 2025 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനെ 5-0 തകർത്ത് പാരീസ് സെന്റ് ജർമ്മൻ PSG തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിരുന്നു. ഇപ്പൊ ഇത് നേടിയിരിക്കുന്ന രണ്ടാമത്തെയാണ്. കണ്ടോ, അടുത്തടുത്ത വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ ടീമാണ് ഇപ്പോൾ PSG. ഇപ്പോൾ 2025, 2026. ഓക്കെ ആണല്ലോ. ഫിഫ ലോകകപ്പ് ഫൈനൽ ടീമിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളി താരം ആരാണ്? തഹസിൻ ജംഷീദ്. ആരാണ്? തഹസിൻ ജംഷീദ് ആണ്. ഓക്കെ. 2026 IPL കിരീടം സ്വന്തമാക്കിയ ടീം ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. ബാംഗ്ലൂരുവിന് തുടർച്ചയായിട്ടുള്ള 2ാം കിരീടമാണ് ലഭിക്കുന്നത്. തുടർച്ചയായ 2 കിരീടങ്ങൾ നേടുന്ന മൂന്നാമത്തെ ടീമാണ് RCB. തുടർച്ചയായിട്ട് 2 കിരീടങ്ങൾ നേടുന്ന മൂന്നാമത്തെ ടീമാണ് RCB. ഓക്കെ ആണല്ലോ. ഇതിനു മുമ്പ് ഏതൊക്കെ ടീമൊക്കെ ആയിരുന്നു? CSK അല്ലെ, ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തുടർച്ചയായിട്ട് കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. കേരള സംസ്ഥാന പുതിയ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? ശ്രീറാം സാംബശിവ റാവു ആണ്. കണ്ടോ, ശ്രീറാം സാംബശിവ റാവു ആണ് കേരള സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ സംയുക്ത സൈനിക മേധാവിയായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? ജനറൽ NS രാജസുബ്രമണിയാണ്. ആരാണ്? ജനറൽ NS രാജസുബ്രമണി. ആദ്യത്തെ CDS അല്ലെ, ആദ്യത്തെ CDS ആരായിരുന്നു? ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു. ആരായിരുന്നു? ബിപിൻ റാവത്ത്. അറിയാലോ, വിമാനാപകടത്തിൽ മരണപ്പെടുകയൊക്കെ ഉണ്ടായ. 2ാമത്തെ CDS ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. അനിൽ ചൗഹാൻ ആയിരുന്നു 2ാമത്തെ CDS. അടുത്തിടെ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ജലതർക്കത്തിന് കാരണമായ മേക്കേദാട്ടു അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാവേരി നദിയെക്കുറിച്ച് നോക്കാം. ഉത്ഭവം എവിടെയാണ്? കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് ഉത്ഭവം. പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. കാവേരി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹേമാവതി, കബനി, അതുപോലെ തന്നെ ഭവാനി, അമരാവതി, അർക്കാവതി. ഇതൊക്കെയാണ് കാവേരി നദിയുടെ പോഷക നദികൾ. ഓക്കെ ആണല്ലോ. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര ഭരണ പരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും ഭാഷിണിയും സംയുക്തമായി അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത വോയിസ് ചാറ്റ് ബോട്ടിന്റെ എന്താണ്? നോക്കി, സമാധാൻ ദീദി. എന്താണ്? സമാധാൻ ദീദി. ഓക്കെ ആണല്ലോ. സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ സാധാരണ കേസുകളിൽ പരമാവധി എത്ര സമയത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണം? 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? വിധി പ്രസ്താവിച്ചിരിക്കണം. അടുത്തിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? നിലൻ A ശ്രീജിത്ത് ആണ്. ആരാണ്? നിലൻ A ശ്രീജിത്ത് ആണ്. എന്താണ്? എവറസ്റ്റ് ക്യാമ്പിൽ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം. ഓക്കെ ആണല്ലോ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്?
അവതാർ സിംഗ് ചീമയാണ്. ആരാണ്? അവതാർ സിംഗ് ചീമയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ ആണല്ലോ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാലാണ്. ആരാണ്? ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. അവതാർ സിംഗ് ചീമ 1965-ലും ബചേന്ദ്രി പാൽ 1984-ലുമാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? മുംബൈയാണ്. ഏതാണ്? മുംബൈ. സാധാരണ ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പറക്കുന്ന ബോട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ രണ്ടാമത്തെ വനിത ആരാണ്? വി മോഹനയാണ്. നോക്കിയേ, അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതയായ രണ്ടാമത്തെ വനിതയാണ് വി മോഹന. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ്. ആരാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 124 പ്രകാരമാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പൊ അനുച്ഛേദം 124 പ്രകാരമാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഫോർബ്സ് 30 അണ്ടർ 30 ഏഷ്യ 2026 പട്ടികയിൽ സോഷ്യൽ ഇമ്പാക്ട് വിഭാഗത്തിൽ കണ്ടോ, ഏത് വിഭാഗത്തിലാണ്? സോഷ്യൽ ഇമ്പാക്ട് വിഭാഗത്തിൽ ഇടം നേടിയ 17 വയസ്സുകാരിയായ ബാംഗ്ലൂരു സ്വദേശിനി ആരാണ്? ദിവ ഉത്കർഷയാണ്. ആരാണ്? ദിവ ഉത്കർഷ. ഈ അടുത്ത് 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ്. ഏതാ? മലേഷ്യ. 2026 റിപ്പോർട്ട് പ്രകാരം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? ആന്ധ്രാപ്രദേശ്. 2-ാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്ര. 3-ാം സ്ഥാനത്ത് ആരാണ്? കേരള. അപ്പൊ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ് കേട്ടോ. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? സാത്വിക് ചിരാഗ് സഖ്യമാണ് സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയത്. ദി ഗാർഡിയൻ പത്രം പുറത്തിറക്കിയ മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ ഇടം നേടിയ അരുന്ധതി റോയിയുടെ കൃതി ഏതാണ്? ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. കണ്ടോ, ഗോഡ് ഓഫ് സ്മാൾ തിങ്സിന് എത്രാം സ്ഥാനമാണ്? 32-ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 1-ാം സ്ഥാനം ഏതാണ്? മിഡിൽ മാർച്ച്. ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ചിനാണ് 1-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. COVID-19 ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായ വഴിയോര കച്ചവടക്കാർക്ക് ബിസിനസ് പുനരാരംഭിക്കാൻ ഈടില്ലാതെ വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? PM സ്വനിധി എന്നാണ് ആ പദ്ധതിയുടെ പേര്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഷാനിമോൾ ഉസ്മാനെയാണ്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? ഡോക്ടർ എ കൗശികനാണ്. ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഇഷ സിംഗ്. ആരാണ്? ഇഷ സിംഗ് ആണ് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? കൊറിയൻ മ്യൂസിക് ബാൻഡായ BTS ആണ് 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത്. ഉള്ളൂർ പുരസ്കാരം നേടിയത് ആരാണ്? PP ശ്രീധരനുണ്ണിയാണ്. PP ശ്രീധരനുണ്ണി. AI നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റീസ് എന്ന പേരിൽ ചാക്രിക ലേഖനം എഴുതിയത് ആരാണ്? ലിയോ 14 മാർപ്പാപ്പയാണ്. ആരാണ്? ലിയോ 14 മാർപ്പാപ്പ. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ആരുടെ പേരിലാണ്? മധുദന്തവദേ. ആരുടെ പേരിലാണ്? മധുദന്തവദയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്. ലോകമാന്യ മധുദന്തവദയ ടെർമിനസ് എന്നാണ് സ്റ്റേഷന്റെ പേര്. ചന്ദ്രനിൽ നിന്ന് 3 ഘട്ടമായി സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏത് രാജ്യമാണ്? അമേരിക്ക. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടർ ആരാണ്?
രാജ രൺധീർ സിംഗ് ആണ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ്. നോക്കി, അപ്പൊ ഷൂട്ടിങ്ങില് ഏഷ്യൻ ഗെയിംസില് ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു ആര്? രാജ രൺധീർ സിംഗ്. ഈയിടെ വിക്ഷേപണത്തറയിൽ വെച്ച് പൊട്ടിത്തെറിച്ച ബ്ലൂ ഒറിജിന്റെ ഫീമൻ റോക്കറ്റ് ഏതാണ്? ന്യൂ ഗ്ലെൻ. ഏതാണ്? ന്യൂ ഗ്ലെൻ ആണ്. കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ, നമ്മളിത് നേരത്തെ പറഞ്ഞാണ്, 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നിയമിതയെ അല്ലെ. LDFിലെ മുഹമ്മദ് മുഹസിനെയാണ് തോൽപ്പിച്ചത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ആരെയാണ്? മുഹമ്മദ് മുഹസിനെയാണ് ഷാനിമോൾ ഉസ്മാൻ എന്ത് ചെയ്തിരിക്കുന്നത്? തോൽപ്പിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എത്രാമത്തെയാണ്? 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഓക്കെ. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വനിതാ അംഗം ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നത്. കണ്ടോ, എത്ര വർഷം? 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഓക്കെ. CPIയിലെ ഭാർഗവതി തങ്കപ്പനായിരുന്നു ഇതിനു മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു. ആരാണ്? ഭാർഗവതി തങ്കപ്പൻ. ഓക്കെ ആണല്ലോ. ഷാനിമോൾ ഉസ്മാന്റെ മണ്ഡലം ഏതാണ്? അരൂറാണ്. എവിടെയാണ്? അരൂറാണ് ഷാനിമോൾ ഉസ്മാന്റെ മണ്ഡലം വരുന്നത്. വെസ്റ്റ് ബംഗാൾ നിയമസഭയിലെ നിലവിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് തൃണമൂൽ കോൺഗ്രസ് വിമത നേതാവ് ആരാണ്? ഋതബ്രത ബാനർജി. കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ നിയമിതനായത് ആരാണ്? DK ശിവകുമാർ. കർണാടകയിലെ മുഖ്യമന്ത്രി ആരാണ് ഇപ്പോൾ? DK ശിവകുമാർ ആണ്. ഉപമുഖ്യമന്ത്രി ആരാണ്? G പരമേശ്വരയാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി. വിദ്യാർത്ഥികളിൽ കൃഷിയോട് താല്പര്യം വളർത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി കേരള കൃഷി വകുപ്പ് സ്കൂളുകളിൽ ആരംഭിക്കുന്ന ക്ലബ്ബുകളുടെ പേര് എന്താണ്? കതിർ എന്നാണ് ക്ലബിന്റെ പേര്. കതിർ. ഓക്കെ. പദ്ധതിയുടെ പേര് എന്താണ്? കതിരാണ്. ഇതിന്റെ പൂർണ്ണ രൂപം കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ടി സിദ്ദിഖാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി. ആരവല്ലി പർവ്വതനിരകളുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി സുപ്രീം കോടതി അടുത്തിടെ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷ ആരാണ്? കാഞ്ചൻ ദേവിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി പർവ്വതനിരകളാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭൂപ്രകൃതിയെ മരുവൽക്കരണത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് ഈ കുന്നുകളാണ്. ഓക്കെ. ആരവല്ലി കുന്നുകൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാനാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. 2026 വേദി എവിടെയായിരുന്നു? അസർബൈജാൻ ആയിരുന്നു. തീം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. കണ്ടോ, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിന് സമീപമാണ് അടുത്തിടെ ലോകത്തെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിലൊന്നായ പൊട്ടറ്റോ പാച്ച് ഏതാണ്? പൊട്ടറ്റോ പാച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എവിടെയാണ്? കടമത്ത് ദ്വീപിൽ. എവിടെയാണ്? കടമത്ത് ദ്വീപിൽ. ഇന്ത്യയിലെ ഒരേ ഒരു പവിഴപ്പുറ്റ് ദ്വീപ സമൂഹം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഒരേ ഒരു പവിഴപ്പുറ്റ് ദ്വീപ സമൂഹം എവിടെയാണ്? ലക്ഷദ്വീപാണ് അല്ലെ. അറബിക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അറിയാമല്ലോ എല്ലാവർക്കും. രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സത് വികാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായിട്ടാണ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഓക്കെ ആണല്ലോ. DK ശിവകുമാറിന്റെ ഫുൾ നെയിം എന്താണ്? ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ എന്നാണ്. ഭിന്നശേഷിക്കാരനായ ആദ്യ ബഹിരാകാശ യാത്രികൻ ആകാൻ ബ്രിട്ടീഷ് പാരാലിമ്പ്യൻ ആരാണ്? ജോൺ മക്ഫോൾ. ആരാണ്? ജോൺ മക്ഫോൾ ആണ്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ
വാസ്റ്റ് വികസിപ്പിക്കുന്ന ഹേവൻ 1 വാണിജ്യ ബഹിരാകാശ നിലയത്തിലേക്കായിരിക്കും ആരുടെ യാത്ര? ജോൺ മക്ഫോളിന്റെ യാത്ര. ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനം. 2026 മെയ് മാസത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് സിക്കിമിനെയാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് 2026 മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 മെയ് മാസത്തിൽ ഏത് സംസ്ഥാനത്താണ് ISSI ശാസ്ത്രജ്ഞർ അംലോബ്സ് കമൽ എന്ന പുതിയ തവള ഇനത്തെ കണ്ടെത്തിയത്? ഏതാണ്? നാഗാലാൻഡ്. ഏതാണ്? നാഗാലാൻഡ്. മൊത്ത വിലക്കയറ്റ തോത് കണക്കാക്കാൻ പുതിയതായി വരുന്ന സൂചിക ഏതാണ്? പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണ്. 2026 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയ് ആരാണ്? പ്രഗ്യാനന്ദയാണ്. ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രഗ്യാനന്ദ. സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഏതാണ്? മിഷൻ സമുദ്ര. ഏതാണ്? മിഷൻ സമുദ്ര. സലിംകുമാറിന്റെ ജനനം 1969 ഒക്ടോബർ 10 മരണം 2026 ജൂൺ 6 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. പ്രധാന പുരസ്കാരങ്ങൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിന് 2ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കേക്കുമാർ ആകണം. കണ്ടോ, ഈ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആരാണ്? സലിംകുമാറാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിന്റെ കിരീട ജേതാവ് ആരാണ്? മിറ ആൻഡ്രീവ. ഓക്കെ ആണല്ലോ. NPC ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. NPC ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കന്നി ഗ്രാൻഡ് സ്ലാമിൽ മുത്തമിട്ട ജർമ്മൻ താരം ആരാണ്? അലക്സാണ്ടർ സ്വരേവ്. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി എന്താണ്? മിഠായി. എന്തെന്നാണ്? മിഠായി. സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി ആരാണ്? ശാലീന വി ജി നായർ. 2026 ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേര് എന്തായിരുന്നു? ട്രയോണ്ട. എന്താണ്? ട്രയോണ്ട. ഓക്കെ ആണല്ലോ. കേരളത്തിൽ വന്യജീവി കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ ആരംഭിച്ച പുതിയ സംവിധാനം ഏതാണ്? ഹാക്ക്. ഹോസ്റ്റൈൽ ആക്ടിവിറ്റി വാച്ച് കേണൽ. കണ്ടോ, വൈൽഡ് ലൈഫ് ക്രൈം മാനേജ്മെന്റ് സിസ്റ്റമാണ് എന്താ? ഹോക്ക്. ദേശീയ ഗവേൺസ് അവാർഡ് 2026 സിൽവർ അവാർഡ് നേടിയ അധിഷ്ഠിത ഉപഭോക്തൃ പരാതി പരിഹാര പ്ലാറ്റ്ഫോം ഏതാണ്? ജാഗ്രതിയാണ്. ഏതാണ്? ജാഗ്രതി. മലയാള സിനിമാ താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ ഏതാണ്? ഇന്ദ്രധനുസ്. ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഗറില്ല ഏതാണ്? ഫാറ്റു. എത്ര വയസ്സാണ്? 69 വയസ്സുള്ള ഫാറ്റു ആണ് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ഗറില്ല. ഓക്കെ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. 2026 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്?
ഡെൽസി റോഡ്രിഗസ്. ആരാണ്? ഡെൽസി റോഡ്രിഗസ്. ലോകബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ നീലകണ്ഠ മിശ്ര. ആരാണ്? നീലകണ്ഠ മിശ്ര. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ വിജയം അടുത്തിടെ ഏത് രാജ്യത്തിനെതിരെയാണ് സ്വന്തമാക്കിയത്? ഏത് രാജ്യത്തിനെതിരെയാണ്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. നോക്കി, ചണ്ഡീഗഡിൽ വെച്ച് നടന്ന ടെസ്റ്റ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ഇന്നിങ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. കന്നി ടെസ്റ്റ് മത്സരം കളിച്ച ഇന്ത്യൻ യുവ സ്പിന്നർ മാനവ് സുധർ കണ്ടോ, മാനവ് സുധറാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിയമപ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലിയാണ്. സെൻട്രൽ ബാങ്കിംഗ് സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്കുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. ആരാണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം KP ആതിരയാണ്. അടുത്തിടെ RS-28 സർമാട്ട് ഉണ്ടോ? RS-28 സർമാട്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമേത്? ഏതാണ്? റഷ്യയാണ്. റഷ്യ. ജൂൺ 15 മുതൽ 17 വരെ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. ഉണ്ടോ? 2026 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനം ആലപിച്ചത് ആരാണ്? ഗാനം രചിച്ചത് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. ആലപിച്ചതല്ല, ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ് ആണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ ഏതാണ്? രുദ്രം 2 ആണ്. ഏതാണ്? രുദ്രം 2. സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനം ഏതാണ്? LV-M3 ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 43.5 മീറ്റർ ഉയരവും ഏകദേശം 640 ടൺ ഭാരവുമുള്ള റോക്കറ്റാണ് LV-M3. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത ഏതാണ്? സോജില തുരങ്കം. ഏത് തുരങ്കമാണ്? സോജില തുരങ്കം. 13.15 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കമാണ്. എന്താണ്? സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കപാത, അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത എന്നീ റെക്കോർഡുകൾ ആർക്ക് കിട്ടിയിരിക്കുകയാണ്? സോജില തുരങ്കപാതയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? പ്രിയദർശിനി. എന്താണ്? പ്രിയദർശിനി. വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഏത് പക്ഷി സങ്കേതമാണ്? ഏത് പക്ഷി സങ്കേതമാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഏത് പക്ഷി സങ്കേതമാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. നാസ അടുത്തിടെ പ്രഖ്യാപിച്ച ആർട്ടമിസ് 3 അല്ലെ, ബഹിരാകാശ ദൗത്യത്തിന്റെ മിഷൻ കമാൻഡർ ആരാണ്? റാൻഡി ബ്രസ്നിക് ആയിരുന്നു. ആരാണ്? റാൻഡി ബ്രസ്നിക് ആയിരുന്നു മിഷൻ കമാൻഡർ. 2026 ഫിഫ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുത്തത്. ഇതിനു മുമ്പ് വരെ 32 ടീമുകളാണ് ഉണ്ടായിരുന്നത്. 3 രാജ്യങ്ങൾ ആതിഥേയരാകുന്നത് ഇതാദ്യമായിട്ടാണ്. കാനഡ, മെക്സിക്കോ, അമേരിക്ക. കാനഡ, മെക്സിക്കോ,
അമേരിക്ക. ഇത് പഠിക്കാൻ ഞാൻ പറഞ്ഞതാണ്. CMA എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, CMA. ഓക്കെ. കാർബൺ വിപണികളെ കുറിച്ചുള്ള പ്രകൃതി 2026 എന്ന അന്താരാഷ്ട്ര സമ്മേളനം എവിടെയാണ് സംഘടിപ്പിച്ചത്? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സംഘടിപ്പിച്ചത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സംഘടിപ്പിച്ചത്. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ഏതൊക്കെയാണ്? മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും. 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിലും ഇതേ രാജ്യങ്ങൾ തന്നെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഏറ്റുമുട്ടിയിരുന്നത്. ഇത് 23ാമത്തെ ഫിഫ ലോകകപ്പാണ് 2026 നടന്നത്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. 5 തവണയാണ് ബ്രസീൽ ലോകകപ്പ് സ്വന്തമാക്കിയത്. 4 തവണ കിരീടം നേടിയ 2 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജർമ്മനിയും ഇറ്റലിയും. ഏതൊക്കെയാണ്? ജർമ്മനിയും ഇറ്റലിയും. ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്റർ ഏതാണ്? AH-64 അപ്പാച്ചെ ഗൺഷിപ്പ്. AH-64 അപ്പാച്ചെ ഗൺഷിപ്പ്. വേഗം 300 km/h ആണ്. എന്താണ്? 300 km/h. ദൂരപരിധിയോ 480 km ആണ്. 480 km ആണ് ദൂരപരിധി വരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ആരാണ്? ജിയോഫ് ഹർസ്റ്റ് ആണ്. ആരാണ്? ജിയോഫ് ഹർസ്റ്റ് ആണ്. രണ്ടാമത് ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയത് ആരാണ്? എംബപ്പയാണ്. ആരാണ്? എംബപ്പെ. കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് അല്ല, ഇതിനു മുമ്പത്തെ വേൾഡ് കപ്പ്. കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രോഗബാധ ഏതാണ്? ഷിഗല്ലയാണ്. എന്താണ്? കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രോഗബാധ ഏതാണ്? ഷിഗല്ലയാണ്. ഷിഗല്ല രോഗബാധയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? വയനാടാണ്. ഏത് ജില്ലയാണ്? വയനാട്. ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ അല്ലെ, ബാലവേല വിരുദ്ധ ദിനമാണ്. എന്താണ്? ജൂൺ 12. 2025 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ 7 പ്രധാന പരിസ്ഥിതി മേഖലകളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട മേഖലയേത്? ഏതാണ്? വർക്കല പാപനാശം കുന്നുകൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ഏതാണ്? ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ലോക ചരിത്രത്തിൽ ആദ്യമായി 1 ട്രില്യണയർ കണ്ടോ? എന്താണ്? $1,00,000 കോടി ആസ്തി എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക്. ആരാണ്? ഇലോൺ മസ്ക്. 2026 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഷൂട്ടിംഗ് താരവും പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മനു ഫാക്കറിന്റെ പരിശീലകനുമായിരുന്ന വ്യക്തി ആരാണ്? ജസ്പാൽ റാണ. ആരാണ്? ജസ്പാൽ റാണ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127 സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 127 സ്ഥാനമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ, അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി ഐസ്ലൻഡ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ്? ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിട്ട് ഐസ്ലൻഡിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തുടർച്ചയായ 19ാം വർഷമാണ് ഐസ്ലൻഡ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. എത്രാമത്തെ തവണയാണ്? 19ാമത്തെ തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യം ഏതാണ്? റഷ്യയാണ്. സമാധാനമില്ലാത്ത 163ാം സ്ഥാനമാണ് കേട്ടോ. പ്രശസ്ത മലയാള സാഹിത്യകാരൻ സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? മാതംഗലീല. ഏതാണ്? മാതംഗലീലയാണ്. ജൂൺ 14 ലോക രക്തദാന ദിനമാണ്. ജൂൺ 14 ലോക രക്തദാന ദിനം. 2026 ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം എന്താണ്? 1 drop of humanity, give blood, save lives. ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ
എന്ന് വെച്ചാൽ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പുതിയ ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? വിനിമയ് എന്നാണ് ആ ലാൻഡ് പോർട്ടൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേര്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ്? മിഷൻ സുദർശന ചക്ര. എന്താണ്? മിഷൻ സുദർശന ചക്ര. പുതിയ കരസേനാ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ധീരജ് സേത്താണ്. ആരാണ്? ധീരജ് സേത്താണ് പുതിയ കരസേനാ മേധാവിയായിട്ട് നിയമിതനായത്. 2026 മാർച്ചിൽ ഇറാനുമായുള്ള US ഇസ്രായേൽ സംഘർഷം മൂലമുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ധന റേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? സ്ലൊവേനിയാണ്. ഏതാണ്? സ്ലൊവേനിയ. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ അരങ്ങേറ്റക്കാരൻ ആരാണ്? വോസിൻഹയാണ്. ആരാണ്? വോസിൻഹ. കേപ്പ് വെർദയുടെ ഗോൾ കീപ്പറാണ് വോസിൻഹ. 40 വർഷവും 12 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം വരുന്നത്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിശയിപ്പിച്ച ഒരു താരം കൂടിയാണ് ആര്? വോസിൻഹ. 1ാം സ്ഥാനം ആരാണ്? എസ്സാം എൽ ഹാഡറി. കണ്ടോ? എസ്സാം എൽ ഹാഡറിയാണ് ഈജിപ്തിന്റെ. 45 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഗാസയിലെ കുട്ടികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ടി പത്മനാഭനാണ്. ആരാണ്? ടി പത്മനാഭനാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ എയർബസ് ഏതാണ്? C295. C295 ആണ്. പുതിയ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് പ്രമേയം എന്താണ്? സദ്ഭരണം സഹാനുഭൂതി. സദ്ഭരണം സഹാനുഭൂതി എന്നാണ് ബജറ്റ് പ്രമേയം. റിലയൻസുമായി ചേർന്ന് മെറ്റ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ ഡേറ്റാ സെന്റർ എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥാപിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടറിഞ്ഞ് പരിഹാരമേകാൻ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനസമ്പർക്ക പരിപാടി ഏതാണ്? കായകൽപ്പം. ഏത് പരിപാടിയാണ്? കായകൽപ്പം. 6 ഫിഫ ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പുരുഷ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ലയണൽ മെസ്സിയാണ്. ആരാണ്? ലയണൽ മെസ്സിയാണ്. ടൈം മാഗസിൻ പുറത്തിറക്കിയ 2026 ലോക കായിക രംഗത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ കായിക താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാനയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ജെറോമിക് ജോർജ്. ആരാണ്? ജെറോമിക് ജോർജ് ആണ് നിയമിതനായത്. കേരള സർക്കാരിന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ ഉദ്ഘാടന വണ്ടി ഓടിച്ചത് ആരാണ്? VP ഷീലയാണ്. ആരാണ്? VP ഷീലയാണ്. KSRTCയിൽ PSC വഴി നിയമനം ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡ്രൈവറാണ് VP ഷീല. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? N ഹരിയാണ്. ആരാണ്? N ഹരിയാണ്. ഇന്ത്യക്കായി ഏകദിന ODI ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. 39 വയസ്സും 44 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഓക്കെ ആണല്ലോ. 1989 മൊഹിന്ദർ അമർനാഥ് സ്ഥാപിച്ച 39 വയസ്സും 36 ദിവസവും എന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ എന്ത് ചെയ്തിരിക്കുന്നത്? തിരുത്തി കുറിച്ചിരിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. റോഡ് അപകടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? രാഹ്വീർ ആണ്. രാഹ്വീർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 350 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ താരം ആരാണ്? ദീപ്തി ശർമ്മയാണ്. ഇന്ത്യൻ താരമാണ്. 1ാമത്തെ താരം ആരാണ്? ജുലൻ ഗോസ്വാമിയാണ്. അതും ഇന്ത്യൻ താരമാണ്. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്.
വാട്സാപ്പിന്റെ പുതിയ ആഗോള മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? കുനാൽ ഷാ. ആരാണ്? കുനാൽ ഷായാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാ? UAE ആണ്. ഏതാണ്? UAE ആണ്. 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏതാണ്? സരിന്തയാണ്. ഏതാണ്? സരിന്ത. 2026 ജൂണിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യമേത്? ഏതാണ്? ഉസ്ബെക്കിസ്ഥാൻ. ഏത് രാജ്യമാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ സവിശേഷമായ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ രൂപവൽക്കരിച്ച സംഘടന ഏത്? ഏതാണ്? ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. ഏതാണ്? ഷാൻ കൺസർവേഷൻ സൊസൈറ്റി ആണ്. 2026 ഫിഫ ലോകകപ്പിൽ കോങ്കോയ്ക്കായി കളിക്കുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? സാമുവൽ മുത്തുസ്വാമി. സാമുവൽ മുത്തുസ്വാമിയാണ് ലോകകപ്പിൽ കളിച്ച ഇന്ത്യൻ വംശജൻ. ഓക്കെ ആണല്ലോ. ലോക ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? നിർമ്മൽ കാന്ത് മിശ്ര. ആരാണ്? നിർമ്മൽ കാന്ത് മിശ്ര. 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ജേതാവ് ആരാ? കിമി ആന്റോണെല്ലി. കിമി ആന്റോണെല്ലി. 22ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. കേരളത്തിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കായിട്ട് പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ഏത്? ആശ്വാസ് 2026. ആശ്വാസ് 2026. ഇന്ത്യയിലെ 8ാമത് പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ്? ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌവിലാണ് 8ാമത് പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത്. 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ് ആണ്. 2026 ജൂണിലെ ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം അമേരിക്കയുടെ എൽ ക്യാപിറ്റനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന പദവി സ്വന്തമാക്കിയ ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ലൈൻഷൈൻ ആണ്. അപ്പൊ ഇതിനു മുമ്പ് ആരായിരുന്നു? എൽ ക്യാപിറ്റൻ ആയിരുന്നു. ആരാണ്? എൽ ക്യാപിറ്റൻ. സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ചാന്ദ്രയാൻ ലാൻഡറുകളുടെ പ്രവർത്തന കാലാവധി ദീർഘിപ്പിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്യുന്ന ന്യൂക്ലിയർ താപ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? പ്ലൂട്ടോണിയം 238. പ്ലൂട്ടോണിയം 238 ആണ്. ജൂൺ 30 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമാണ്. ജൂൺ 30 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമാണ്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാണ്? ലയണൽ മെസ്സിയാണ്. ആരാണ്? ലയണൽ മെസ്സിയാണ് തുടർച്ചയായിട്ടുള്ള 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന താരം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? കേപ്പ് വെർദെ ആണ്. ഏതാണ്? കേപ്പ് വെർദെ. നമ്മൾ നേരത്തെ ഓസിഞ്ഞയുടെ കാര്യം പറഞ്ഞില്ലേ, ഗോൾ കീപ്പർ. ആ ഓസിഞ്ഞ കേപ്പ് വെർദൻ ഗോളിയാണ്. ഓക്കെ ആണല്ലോ. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആരാണ്? ഡോക്ടർ ടി സജിത റാണിയാണ്. ഡോക്ടർ ടി സജിത റാണിയാണ്. ജോർജിയയിൽ നടന്ന ഫിഡെ ലോകകപ്പ് 2026 അണ്ടർ 12 ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി ദിവി ബിജേഷ് ആണ്. ദിവി ബിജേഷ് ആണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന 39 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? PP ചൗധരിയാണ്. ആരാണ്? PP ചൗധരിയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെയാണ്? തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ സെക്കൻഡ് ഓർബിറ്റ് എന്താണ്? ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ആരാണ്? ശുഭാംശു ശുക്ല.
അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കവസാക്കി രോഗം ശരീരത്തിലെ ഏത് അവയവ വ്യവസ്ഥയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഏത് അവയവത്തെയാണ്? രക്തക്കുഴലുകളെയാണ്. ഏതാണ്? രക്തക്കുഴലുകളെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഏത് രോഗമാണ്? കവാസാക്കി രോഗം കേട്ടോ. 2026 FIH ഹോക്കി വുമൻസ് നേഷൻസ് കപ്പിലെ വിജയ് ആരാണ്? ഇന്ത്യയാണ് വിജയായിരിക്കുന്നത്. നോക്കിയേ, FIH ഹോക്കി വുമൻസ് നേഷൻസ് കപ്പിൽ വിജയിയായിരിക്കുന്നത് ഇന്ത്യയാണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 2025 മികച്ച താരങ്ങൾ, വനിതാ താരം ആരാണ്? പാറുൽ ചൗധരിയാണ്. ആരാണ്? പാറുൽ ചൗധരിയാണ് മികച്ച വനിതാ താരം. മികച്ച പുരുഷ താരം ആരാണ്? നീരജ് ചോപ്രയാണ്. മികച്ച പുരുഷ താരം നീരജ് ചോപ്രയാണ്. 2026 ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ഏതാണ്? ജൊന്നഗിരി. ആന്ധ്രാപ്രദേശിലെ ജൊന്നഗിരിയാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ഡോക്ടർ UP രാജീവ്. ആരാണ്? ഡോക്ടർ UP രാജീവ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത്. 2026 ജൂലൈയിൽ കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? N ശേഷാദ്രിനാഥനാണ്. ഏതാണ്? N ശേഷാദ്രിനാഥൻ. പശ്ചിമഘട്ടത്തിലെ മറയൂർ ചന്ദനക്കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം നിശാശലഭം ഏതാണ്? ചന്ദനത്തോഴി. ഏതാണ്? ചന്ദനത്തോഴി. കണ്ടോ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ മതി. കണ്ടോ? ചന്ദനക്കാടുകളായതുകൊണ്ട് ചന്ദനത്തോഴി. Chess.comന്റെ ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ഈ ആദ്യ ഇന്ത്യൻ താരം എന്താണ്? നിഹാൽ സരീനാണ്. ആരാണ്? നിഹാൽ സരീനാണ് Chess.comന്റെ ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നിഹാൽ സരീൻ. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? തുർക്കിയിലെ അങ്കാറയാണ്. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അർഹനായത് ആരാണ്? കിലിയൻ എംബപ്പയാണ്. നോക്കിയേ, 10 ഗോളുകളാണ് എംബപ്പെ നോക്കൌട്ട് റൗണ്ടിൽ മാത്രം നേടിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന VBG റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. കണ്ടോ? ഈ പദ്ധതിയുടെ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്ന രാജ്യവ്യാപകമായിട്ട് പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2026 ജൂലൈ 1 2026 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ റെയിലാണ്. ഏതാണ്? നമോ ഗ്രീൻ റെയിലാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മയാണ്. ആരാണ്? ദീപ്തി ശർമ്മ. ജീവനില്ലാത്ത രാസഘടകങ്ങളിൽ നിന്ന് പൂർണ്ണമായും കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കോശത്തിന്റെ പേരെന്ത്? എന്താണ്? സ്പട്സെൽ എന്നാണ്. എന്താണ്? സ്പട്സെൽ. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. സ്പട്സെൽ. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൗണ്ടിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. VBG റാംജിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? തിരുപ്പതി ജില്ലയിലെ മുക്കവരിപ്പള്ളി ഗ്രാമത്തിലാണ് കേട്ടോ. 2026 റംഗോലി ഡിസൈനിലുള്ള ദീപാവലി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. കണ്ടോ? ഏത് ഡിസൈനാണ്? രംഗോലി ഡിസൈനിലുള്ള ദീപാവലി തപാൽ സ്റ്റാമ്പാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? പുറത്തിറക്കുന്നത്. ജൈവ വൈവിധ്യം പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച ബോർജുലി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആസാമിലാണ്. എവിടെയാണ്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കളരിപ്പയറ്റ് സിലബസിന്റെ ഭാഗമാക്കുകയും കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്ത കേരളത്തിലെ സർവകലാശാല ഏതാണ്? കണ്ണൂർ സർവകലാശാലയാണ്. കണ്ണൂർ സർവകലാശാലയാണ് കളരിപ്പയറ്റ് സിലബസിൽ ഉൾപ്പെടുത്തി കോഴ്സുകളുടെ ഭാഗമാക്കിയിരിക്കുന്നത്.
കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയെ ജനങ്ങളിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനായി ആചരിക്കുന്ന ദിനമേത്? ഏതാണ്? ജൂലൈ 4 ഏതാണ്? ജൂലൈ 4. ഓക്കെ. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഇന്ത്യൻ നാവികസേന കപ്പലുകളെ സഹായിക്കുന്നതിനായി ഇന്ത്യയും ജപ്പാനും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണയായ അത്യാധുനിക റഡാർ സംവിധാനം ഏത്? ഏതാണ്? യുണീക്കോൺ ആണ്. ഏതാണ്? യുണീക്കോൺ. എന്താണ് ഫുൾ ഫോം നോക്കി? യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന. കണ്ടോ? നോറ 50. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ വിവിധ വികസന പദ്ധതികൾക്കായി $12 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഏതാണ്? ജപ്പാനാണ്. ഏതാണ്? ജപ്പാൻ. 2026 ജൂലൈയിൽ അന്തരിച്ച പത്മവിഭൂഷൺ ജേതാവായ ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവാണി നാടോടി ഗായിക. എന്താണ്? ഛത്തീസ്ഗഡിലെ പാണ്ഡവാണി നാടോടി ഗായിക ആരാണ്? തീജൻ ബായി ആണ്. ആരാണ്? തീജൻ ബായി. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? കെയ്കോ ഫുജിമോറി ആണ്. കെയ്കോ ഫുജിമോറി. ബ്രസീൽ ആസ്ഥാനമായുള്ള എണ്ണവാതക കമ്പനിയായ IBV ബ്രസീൽ പെട്രോളിയോ ലിമിറ്റഡിനെ ഏറ്റെടുത്ത ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനി ഏത്? ഏതാണ്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. BPCL ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ 3ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് CG സെമി ഒസാറ്റ്. കണ്ടോ? CG സെമി ഒസാറ്റ് ഫെസിലിറ്റി നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സാനന്ദിലാണ് നിലവിൽ വന്നത്. 2026 ജൂലൈയിൽ അന്തരിച്ച മറാത്തി നാടക ചലച്ചിത്ര സംവിധായകയും നടിയുമായ വ്യക്തി ആരാണ്? വിജയ മേത്തയാണ്. 2026 ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന് വേദിയാവുന്നത് എവിടെയാണ്? കൊച്ചിയാണ് വേദിയാകുന്നത്. ദേശീയ ഡോക്ടേഴ്സ് ദിനമായ ആചരിക്കുന്ന ദിവസം എന്ന്? ഏതാണ്? ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. നാഷണൽ GST ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് തന്നെയാണ്? ജൂലൈ 1. തീം എന്താണ്? ഈസി ടാക്സ് സിസ്റ്റംസ് എംപവേർഡ് ഇന്ത്യ എന്നുള്ളതാണ് തീം. 2026 ജൂണിൽ ജലവിഭവ മാനേജ്മെന്റിൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഏതാണ്? സൗദി അറേബ്യയാണ് 2026 ജൂണിൽ ജലവിഭവ മാനേജ്മെന്റിൽ ഇന്ത്യയുമായിട്ട് കരാറിൽ ഒപ്പിട്ട രാജ്യം. 2026 ഗ്ലോബൽ സ്കിൽസ് ചലഞ്ചിന്റെ വേദി എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. എവിടെയാണ്? ഓസ്ട്രേലിയ വെച്ചിട്ടാണ് 2026 ഗ്ലോബൽ സ്കിൽസ് ചലഞ്ച് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ്ഷോർ വിമാനത്താവളത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത്? ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്? കിഡംബി ശ്രീകാന്താണ്. ആരാണ്? കിഡംബി ശ്രീകാന്താണ്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ദിദിയർ ദഷാം ഏത് രാജ്യത്തിന്റെ ദേശീയ ടീം പരിശീലകനാണ്? ഏത് രാജ്യത്തിൻ്റെയാണ്? ഫ്രാൻസിന്റെ ദേശീയ ടീം പരിശീലകനാണ് ആര്? ദിദിയർ ദഷാം. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിക്കുന്ന താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച ഹഡ്സൺ നദിയിൽ നടന്ന പ്രമുഖ കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പൽ ഏത്? ഏതാണ്? INS സുദർശിനിയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും പരിശീലകർക്ക് തന്ത്രങ്ങൾ മാറ്റുന്നതിനും ഒപ്പം അധിക പരസ്യ വരുമാനം ലക്ഷ്യമിട്ടും ഫിഫ മത്സരങ്ങൾക്കിടയിൽ പുതിയതായി അവതരിപ്പിച്ച ഇടവേള ഏതാണ്? ഹൈഡ്രേഷൻ ബ്രേക്കാണ്. ഏതാണ് മക്കളെ? ഹൈഡ്രേഷൻ ബ്രേക്കാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? വൃന്ദ റാഡിയാണ്.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് പുസ്തകങ്ങൾക്കൊപ്പം സ്വാന്തന പരിചരണവും വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? അക്ഷര സ്വാന്തനം പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? അക്ഷര സ്വാന്തനം പദ്ധതിയാണ്. അടുത്തിടെ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ തേജസ്വിനി ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ ജില്ലകളുമായിട്ടാണ്? കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? നെയ്മറാണ്. നെയ്മറാണ് ബ്രസീലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. 2026 ജൂലൈ 7 കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. വയനാട്ടിൽ എവിടെയായിരുന്നു? കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് എന്തുണ്ടായത്? ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ഡോക്ടർ AP അഹമ്മദുൽ കബീർ ആണ്. ആരാണ്? ഡോക്ടർ AP അഹമ്മദുൽ കബീർ. കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പേസ് എന്നാണ്. സ്പേസ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. എന്താണ് സ്പേസിന്റെ ഫുൾ ഫോം? സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ്. ഉണ്ടോ? സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏത് ബാങ്കാണ്? ഫെഡറൽ ബാങ്ക് ആണ്. ഏത് ബാങ്കാണ്? ഫെഡറൽ ബാങ്ക്. ഓക്കെ. കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്നതിനായി കബനി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ പാലം ഏതാണ്? ഏത് പാലമാണ്? ബൈരക്കുപ്പ പാലമാണ്. ബൈരക്കുപ്പ പാലം. ഓക്കെ. വയനാട്ടിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ ബൈരക്കുപ്പയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. അപ്പോൾ ഏതൊക്കെയാണ്? വയനാട്ടിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ ബൈരക്കുപ്പയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഓക്കെ. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് കബനി. ഓക്കെ. കബനിക്ക് കുറുകെയാണ് ഈ പാലം പണിയുന്നത്. ഓക്കെ. 2026 ജൂലൈയിൽ ചൈനയിലെ ഗുവാങ്സി പ്രവിശ്യയിലുണ്ടായ മായ്സാക് ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയിൽ തകർന്ന അണക്കെട്ട് ഏതാണ്? ലീലാൻ അണക്കെട്ടാണ്. ഏത് അണക്കെട്ടാണ്? ലീലാൻ അണക്കെട്ടാണ്. 2026 വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ്? യാനിക് സിന്നറാണ്. ആരാണ്? യാനിക് സിന്നറാണ്. ചരിത്രത്തിൽ ആദ്യമായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഇതിന്റെ വിജയം ആരായിരുന്നു? ഇന്ത്യയായിരുന്നു കേട്ടോ. ഇതിന്റെ വിജയം ആരായിരുന്നു? ഇന്ത്യയായിരുന്നു ആ ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ഓക്കെ. 2026 വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ജേതാവ് ആരാണ്? ലിൻഡ നോസ്കോവയാണ്. ആരാണ്? ലിൻഡ നോസ്കോവയാണ്. രാജ്യം ഏതാണ്? ചെക്ക് റിപ്പബ്ലിക് ആണ്. ഏത് രാജ്യമാണ്? ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ. 2026 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? വള്ളം തുഴയുന്ന വേഴാമ്പൽ. ഏതാണ്? വള്ളം തുഴയുന്ന വേഴാമ്പലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2026 ജൂലൈയിൽ അന്തരിച്ച അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ആരാണ്? അന്തോണിയോ റത്തിനാണ്. അന്തോണിയോ റത്തിനാണ് 2026 ജൂലൈയിൽ അന്തരിച്ച അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം. ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോ ആയ എയ്റോ ഇന്ത്യയുടെ 16ാമത് വേദി എവിടെയാണ്? യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ, ബാംഗ്ലൂരിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനാണ്. 2026 ഫിഫ ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസ്, സ്പെയിന്, അർജന്റീന, ഇംഗ്ലണ്ട്. ഏത് രാജ്യമാണ് കപ്പെടുത്തത്? സ്പെയിനാണ് 2026 ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. ഓക്കെ. സ്പെയിനും അർജന്റീനയും കൂടെ ആയിരുന്നു ഫൈനൽ വന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? ദാദ എന്നാണ് ആ സിനിമയുടെ പേര്. സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? 1 century ഈസ് നോട്ട് എനഫ്. 1 century ഈസ് നോട്ട് എനഫ് എന്നാണ്. ആരുടെ കൃതിയാണ് മിലൂപ്പ എന്ന കുതിര? ആരുടെയാണ്? സന്തോഷ് എച്ചിക്കാനത്തിന്റെ കൃതിയാണ് മിലൂപ്പ എന്ന കുതിര. ഓക്കെ ആണല്ലോ.
2026 ഫിഫ ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആരാണ്? ഗിൽബർട്ടോ മോറ ആയിരുന്നു. ആരാണ്? ഗിൽബർട്ടോ മോറ. മെസ്സി ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദ ബോയ് ഹൂ ബിക്കം എ ലെജൻഡ് എന്ന പുസ്തകം രചിച്ച ആരാണ്? ലൂക്ക കെയോളി. ആരാണ്? ലൂക്ക കെയോളിയാണ് മെസ്സി ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദ ബോയ് ഹൂ ബിക്കം എ ലെജൻഡ് എന്ന പുസ്തകം രചിച്ചത്. ആരുടെ പുസ്തകമാണ് ഒരു പന്ത് കളിക്കാരൻ്റെ ഇന്ത്യൻ യാത്രകൾ? ആരുടെ പുസ്തകമാണ്? CK വിനീതിൻ്റെ. ആരുടെയാണ്? CK വിനീതിൻ്റെ പുസ്തകമാണ് ഒരു പന്ത് കളിക്കാരൻ്റെ ഇന്ത്യൻ യാത്രകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി നടന്നിരിക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. ആരാണ്? വി ഹരിനായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2026 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മുംബൈയിലാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉച്ചകോടിയുടെ വേദി. ഓക്കെ. 2026 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പറുള്ള ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് ആർക്കാണ്? ഉനൈ സിമോനാണ്. സ്പെയിൻ്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഉനൈ സിമോനാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത്. ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ്? കിലിയൻ എംബപ്പയാണ് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഫൈനലിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഏത് കമ്പനിയാണ് എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത്? ഏത് കമ്പനിയാണ്? മാരുതി സുസുക്കിയാണ്. ഏത് കമ്പനിയാണ്? മാരുതി സുസുക്കിയാണ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നോക്കി, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പാമ്പുകടി നിയന്ത്രണത്തിനായി കേരളം പുറത്തിറക്കിയ കർമ്മ പദ്ധതി സബ്സെ എന്താണ്? സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനോമിങ്. കണ്ടോ? സ്നേക്ക് ബൈറ്റ് എൻവെനോമിങ്. 2026 മെനുമേഴ്സ് ഇന്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ ഇവൻസിൽ സ്വർണം നേടിയതാരാണ്? രോഹിത് കൃഷ്ണയാണ്. തമിഴ്നാട്ടിലെ രോഹിത് കൃഷ്ണയാണ് 2026 മെനുമേഴ്സ് ഇന്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ ഇവൻസിൽ സ്വർണം നേടിയിരിക്കുന്നത്. വെള്ളി മെഡൽ നേടിയതാരാണ്? രാജാ ഋത്തിക്കാണ്. തെലങ്കാനയിലെ രാജാ ഋത്തിക്കാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ഭ്രമണപഥശില കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ കുദവാലി എന്ന ഗ്രാമത്തിനടുത്താണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക്നോളജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ ആണല്ലോ. മിസ്റ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. മ്യൂസിയം ഓഫ് ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക്നോളജി. 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചരക്ക് ട്രെയിൻ എത്തിയ അയൽ രാജ്യം ഏതാണ്? നേപ്പാളാണ്. എവിടെ നിന്നാണ്? കൊൽക്കത്തയിൽ നിന്നാണ് നേപ്പാളിലേക്ക് എന്ത് പോയത്? ചരക്ക് ട്രെയിൻ പോയത്. ഓക്കെ ആണല്ലോ. 2026 ജൂലൈയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ്? രാജിവെപ്പിച്ച കോക്രോച്ച് ജനതാ പാർട്ടി CJP അല്ലെ? CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? അഭിജിത്ത് ദീപ്കെയാണ്. ആരാണ്? അഭിജിത്ത് ദീപ്കെയാണ്. 2026 ജൂലൈയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? അറിയാലോ. ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് പ്രഹ്ലാദ് ജോഷിയാണ് വിദ്യാഭ്യാസ മന്ത്രി. പ്രഹ്ലാദ് ജോഷി. ലോകത്തിലെ ഏറ്റവും വലിയ തൈര് നിർമ്മാണ സൗകര്യം ഉൾപ്പെടുന്ന ഒരു സംയോജിത ക്ഷീര വികസന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏതാണ്?
പശ്ചിമ ബംഗാളാണ്. അമൂൽ കമ്പനിയാണ് ഈ സംരംഭം പശ്ചിമ ബംഗാളിൽ ആരംഭിക്കുന്നത്. അമൂൽ അറിയാലോ, അമൂൽ. അടുത്തിടെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾക്ക് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും എന്തുണ്ട്? ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി വന്യജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അനുയോജ്യമായ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്ന പദ്ധതിയുടെ പേരെന്താണ്? ട്രാൻസ്ലൊക്കേഷൻ എന്നാണ്. എന്താണ്? ട്രാൻസ്ലൊക്കേഷൻ എന്നാണ്. ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ഏതാണ്? വയനാടാണ്. വയോജനങ്ങൾക്ക് തത്സമയം സേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം ഏതാണ്? എൽഡർ ലൈൻ ആണ്. ഏതാണ്? എൽഡർ ലൈൻ ആണ്. ടോൾ ഫ്രീ നമ്പർ എന്താണ്? 14567. കണ്ടോ? 14567 4567. അതിൻ്റെ മുന്നിൽ എന്താണ്? 1. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട പാലാ നഗരസഭ അധ്യക്ഷ ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്നു ആര്? ദിയ ബിനു. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ ഒരു സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. സംസ്ഥാന NCBയുടെ എന്താണ്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തലവൻ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ആയിരിക്കും. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ കായിക മേഖലയുടെ നവീകരണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ കളരിയാണ് കേരളത്തിലെ കായിക മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. ആദിവാസി സമൂഹങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 2026 ജൂലൈയിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഊരുണർവ്. ഏത് പദ്ധതിയാണ്? ഊരുണർവ്. 2026 ജൂലൈയിൽ ഗ്രാവിറ്റി റോക്കറ്റ് വിക്ഷേപിച്ച സ്വകാര്യ കമ്പനി ഏതാണ്? ഓറിയൻ സ്പേസ് ആണ്. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അനാഹത് സിംഗ് ആണ്. ആരാണ്? അനാഹത് സിംഗ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? മീരാഭായ് ചാനു ആണ്. ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ജൂലൈ 28 എന്താണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ജൂലൈ 28. പ്രകൃതിയെ സംരക്ഷിക്കാം, ഭാവിയെ സുരക്ഷിതമാക്കാം. ഇതാണ് ജൂലൈ 28ന്റെ പ്രമേയം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? അതും ജൂലൈ 28 തീം എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? വെനസ്വേലയാണ്. ഏതാണ്? വെനസ്വേല. ഗുജറാത്തിലെ ഖമ്പത് ഉൾക്കടലിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന അണക്കെട്ട് ഏതാണ്? കൽപ്പസർ അണക്കെട്ടാണ്. ഏതണക്കെട്ടാണ്? കൽപ്പസർ അണക്കെട്ട്. 2026 ജൂലൈയിൽ നൗൾ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ചൈന. ഉണ്ടോ? ചൈനയിലാണ് ജൂലൈയിൽ നൗൾ ചുഴലിക്കാറ്റ്. ഏത് ചുഴലിക്കാറ്റാണ്? നൗൾ ചുഴലിക്കാറ്റ് കേട്ടോ. അത് നോട്ട് ചെയ്യാം. നൗൾ ചുഴലിക്കാറ്റ്. ഗ്രീക്ക് ഫുട്ബോൾ ക്ലബ്ബായ AEK ആഥൻസിന് വേണ്ടി കളിക്കുന്ന ഇന്ത്യൻ വനിതാ താരം ആരാണ്? മനീഷ കല്യാൺ. ഏതാണ്? മനീഷ കല്യാൺ ആണ്. ഓക്കെ. കേരളത്തിൽ 2026 ഓഗസ്റ്റിൽ പ്രവർത്തന സജ്ജമാകുന്ന പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം ഏതാണ്? പൊന്നാനിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ഇന്ത്യയിലെ 45ാമത്തെ സൈറ്റ് ഏതാണ്? സാരനാഥ്. ഉത്തർപ്രദേശിലെ സാരനാഥാണ്.
ബ്രിക്സ് ഉച്ചകോടി 2026 വേദി ഏതാണ്? ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടി 2026 വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദാണ്. 2026 നടക്കുന്ന അന്താരാഷ്ട്ര ടൈപ്പ് 1 ഡയബറ്റീസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് ഏത്? ജോധ്പൂർ. ഏതാണ്? ജോധ്പൂർ. 2026 ജൂലൈയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്പെയിനാണ്. സ്പെയിൻ. കണ്ടോ, കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യമാണ് ഏത്? സ്പെയിൻ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് മ്യൂസിങ്സ് ഓഫ് ആൻ അമച്വർ എന്തൂസിയാസ്റ്റ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്ന ആരാണ്? രാജു നാരായണ സ്വാമിയാണ്. ആരാണ്? രാജു നാരായണ സ്വാമി. 2026 ജൂലൈയിൽ ഫ്രാൻസിൽ പിഴ ചുമത്തപ്പെട്ട ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനി ഏതാണ്? ഇൻഫോസിസ് ആണ്. ഏതാണ്? ഇൻഫോസിസ്. ഇൻഫോസിസിന് 2026 ജൂലൈയിൽ ഫ്രാൻസിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? പിഴ ചുമത്തപ്പെട്ടിരിക്കുകയാണ്. 40ാമത് അബുദാബി ശക്തി പുരസ്കാരത്തിൽ TK രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആരാണ്? നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷയാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനായി സംറാസ് വിദ്യാ സേതു ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിലാദ്യമായി പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ താരം ആരാണ്? ഷർമിള ഡെങ്കർ. ആരാണ്? ഷർമിള ഡെങ്കർ ആണ്. വനിതകളുടെ ഷോട്ട് പുട്ട് സ്വദേശം എവിടെയാണ്? ഹരിയാനയാണ്. ഹരിയാന സ്വദേശമാണ് ഷർമിള ഡെങ്കർ. വനിതകളുടെ ഷോട്ട് പുട്ടിലാണ് മെഡൽ നേടിയിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? ഗുൽവീർ സിംഗ്. ആദ്യ ഇന്ത്യൻ താരം. കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. 2026 ജൂലൈയിൽ പിടികിട്ടാപ്പുള്ളിയായി റഷ്യ പ്രഖ്യാപിച്ച ടെലഗ്രാം സ്ഥാപകൻ ആരാണ്? പാവേൽ ദുറോവ്. ആരാണ്? പാവേൽ ദുറോവാണ്. ഈയിടെ അന്തരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രമേശൻ പാലേരി. ആരായിരുന്നു? രമേശൻ പാലേരി. ULCCXന്റെ ചെയർമാനായിരുന്നു ആര്? രമേശൻ പാലേരി. രാജ്യസഭ പാസാക്കിയ പുതിയ വന്ദേമാതരം ബില്ല് അനുസരിച്ച് വന്ദേമാതരത്തെ അവഹേളിക്കുന്നവർക്ക് എത്ര വർഷം വരെ തടവ് ലഭിക്കാം? എത്ര വർഷമാണ്? 3 വർഷം വരെ എന്താണ്? കഠിന തടവ് ലഭിക്കാവുന്നതാണ്. കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പുതിയ പേരെന്താണ്? സ്നേഹാലയം. സ്നേഹാലയം എന്നാണ് വൃദ്ധസദനങ്ങളുടെ പുതിയ പേര്. സ്നേഹാലയം. 2026 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിലെ പർവ്വതം ഏതാണ്? മൗണ്ട് ഒളിമ്പസ്. ഏതാണ്? മൗണ്ട് ഒളിമ്പസ് ആണ്. മൗണ്ട് ഒളിമ്പസ് ആണ്. കേരളത്തെ പൂർണ്ണമായും അഴിമതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രോജക്റ്റ് സീറോ. ഏത് പ്രോജക്റ്റാണ്? പ്രോജക്റ്റ് സീറോ. പ്രോജക്റ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ വിജിലൻസ് കമാൻഡോ ആയി പ്രഖ്യാപിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? നിവിൻ പോളിയാണ്. ആരാണ്? നിവിൻ പോളി. ഓക്കെ ആണല്ലോ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? M ശ്രീശങ്കർ ആണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മുൻ DGP B സന്ധ്യ രചിച്ച ഏറ്റവും പുതിയ അന്വേഷണാത്മക നോവൽ ഏതാണ്? ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപാണ്. മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? അശുതോഷ് ഡാഷ് ആണ്. അശുതോഷ് ഡാഷ്. 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ്? മച്ചിലിപ്പട്ടണമാണ്. ഏതാണ്? മച്ചിലിപ്പട്ടണം. കോമൺവെൽത്ത് ഗെയിംസ് പാരാ പവർ ലിഫ്റ്റിംഗിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? സുധീർ കുമാർ ആണ്. സുധീർ കുമാർ. സ്വദേശം ബീഹാർ. ബീഹാർ സ്വദേശിയ സുധീർ കുമാറാണ് പാരാ പവർ ലിഫ്റ്റിംഗിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്.
2026 ഒക്ടോബർ 3 ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമും 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദ മത്സരത്തിന് വേദിയാകുന്നത് എവിടെ? സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ബ്രസീലും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. ലോക 5ാം റാങ്കുകാരായ ബ്രസീൽ 1992 ഫിഫ റാങ്കിംഗ് നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഉയർന്ന റാങ്കുള്ള അന്താരാഷ്ട്ര ടീമാണ്. ഓക്കെ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ശേഖരൻ മിനിയോടൻ. ആരാണ്? ശേഖരൻ മിനിയോടനാണ്. പെരുന്തലൈവൻ കാമരാജർ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. 2026 മെയ് 26 ഏത് രാജ്യവുമായാണ് ഇന്ത്യ അപൂർവ ഭൂമി, ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ഉഭയകക്ഷി ചട്ടക്കൂട് കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യമാണ്? USA-യുമായിട്ടാണ്. ഏത് രാജ്യമായിട്ടാണ്? USA-യുമായിട്ടാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? അഹമ്മദാബാദിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ 2026 ബാലകവിതാ പുരസ്കാര ജേതാവ് ആരാണ്? NS സുരേന്ദ്രൻ. സോറി, NS സുരേന്ദ്രൻ അല്ല, NN സുരേന്ദ്രനാണ് കേട്ടോ. NN സുരേന്ദ്രൻ. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന നിയമം അടുത്തിടെ പാസാക്കിയ പാർലമെന്റ് ഏതാണ്? ഫ്രാൻസ് ആണ്. ഏതാണ്? ഫ്രാൻസ്. ചൈനീസ് സ്വകാര്യ കമ്പനിയായ ഓറിയന്റൽ സ്പേസ് വിജയകരമായി വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഗ്രാവിറ്റി 1 ആണ്. ഗ്രാവിറ്റി 1. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? KM ചന്ദ്രശേഖർ. ആരാണ്? KM ചന്ദ്രശേഖറാണ്. ഏത് കമ്പനിയാണ് പുതിയ AI മോഡലുകളായ സോള്, ടെറ, ലൂണ ഏതൊക്കെയാണ്? സോള്, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയത്? ഏത് കമ്പനിയാണ്? ഓപ്പൺ AI ആണ്. ഏത് കമ്പനിയാണ്? ഓപ്പൺ AI ആണ്. കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് 3 ആണവ റിയാക്ടറുകൾ അടച്ച രാജ്യം ഏതാണ്? ഏതാണ്? ഫ്രാൻസ് ആണ്. ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോൻ. ആരാണ്? അനിൽ മേനോനാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? യാസ്തിക ഭാട്ടിയ. യാസ്തിക ഭാട്ടിയ. 2026 അണ്ടർ 19 യൂറോ കപ്പ് ജേതാക്കൾ ആരാണ്? സ്പെയിനാണ്. സ്പെയിൻ തന്നെയാണ് 2026 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ. മഹാരാഷ്ട്രയിൽ യൂണിഫോം സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കാനായി രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? കണ്ണൂരിലെ കണിച്ചാറാണ്. കണ്ണൂരിലെ കണിച്ചാർ. മണ്ണിൽ ലയിക്കുന്ന സാനിറ്ററി നാപ്കിൻ അവതരിപ്പിച്ചത് ആരാണ്? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. ആരാണ്? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ആണ് മണ്ണിൽ ലയിക്കുന്ന സാനിറ്ററി നാപ്കിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? CIAലാണ്, നെടുമ്പാശ്ശേരി. ഓക്കെ ആണല്ലോ. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ്? വിക്രം 1 ആണ്. ഏതാണ്? വിക്രം 1. രൂപകൽപ്പന ചെയ്തത് സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. ആരാണ്? സ്കൈ റൂട്ട് എയറോസ്പേസ്. നീതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് നിയമിതനായത് ആരാണ്? അനുരാഗ് ജെയിൻ ആണ്. നീതി ആയോഗിന്റെ പുതിയ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അനുരാഗ് ജെയിൻ. കവാൽ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാന. യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കും വിവരങ്ങൾ അറിയിക്കുന്നതിനുമായി KSRTC സജ്ജമാക്കിയ 24 മണിക്കൂറും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ 149 എന്നാണ്. 2026 ജൂലൈയിൽ ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അജിത് ഡോവലാണ്. ആരാണ്? അജിത് ഡോവലാണ്. ഗ്ലാസ്ഗോ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്?
ഫിന്നി. ഏതാണ്? ഫിന്നിയാണ് ഔദ്യോഗിക ഭാഗ്യചിഹ്നം. അപ്പോൾ നമ്മുടെ 2 മാസത്തെ ജൂൺ ജൂലൈ മാസത്തെ ഫുൾ കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അടുത്ത മാസം പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.